യേശു കഴുതയുടെ പുറത്ത് കയറിയത് എന്തുകൊണ്ടാണ്? നമസ്കാരം. കാലം തികഞ്ഞപ്പോൾ മനുഷ്യപുത്രനായ യേശു ദൈവഹിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യെരുശലേമിലേക്ക് മുഖം തിരിച്ചപ്പോൾ അവിടേക്ക് യാത്ര ചെയ്യുവാൻ ഉപയോഗിച്ചത് ഒരു കഴുതയായിരുന്നു എന്ന് അറിയാത്ത ആരും തന്നെയില്ല. എന്തുകൊണ്ടാണ് ഒരു കഴുതയുടെ പുറത്ത് തന്നെ പോകണമെന്ന് യേശു തീരുമാനിച്ചു? അത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ വിശദീകരണം എന്ന് ചോദിച്ചാൽ അത് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകുന്നതിന് വേണ്ടിയാണ്. സിയോൻ പുത്രിയെ, നിൻ്റെ രക്ഷകൻ ഇതാ കഴുതപ്പുറത്ത് വരുന്നു എന്ന പ്രവചനം, അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. അത് പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ്. ഞാനത് തികച്ചും ഉപേക്ഷിക്കുന്നില്ല, മാറ്റിവെക്കുന്നില്ല. എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ താൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, ഏതെല്ലാം വിധങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ, ഇവയ്ക്കെല്ലാം ഒന്നിലധികം അർത്ഥതലങ്ങളുണ്ട് എന്നതാണ്. ഇന്നത് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള ചരിത്രപ്രധാനമായ പ്രതീകാത്മകമായ സംഭവങ്ങൾ, അവയ്ക്കുള്ള വിവിധ അർത്ഥസാധ്യതകൾ, ആശയ സാന്ദ്രതകൾ, അവ നാം ഉപേക്ഷിക്കുകയാണ് എന്നുകൂടെ സമയത്ത് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, വേദപുസ്തകം വിവർത്തിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥം ആളുകൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വചനമാകുന്ന അപ്പം വിഭജിച്ച ആളുകൾക്ക് വയറ് നിറച്ച് കൊടുക്കുന്നത് പുരോഹിതന്മാരും സഭ അതിനു വേണ്ടി അധികാരപ്പെടുത്തിയിരിക്കുന്ന ആളുകളും മാത്രം ചെയ്യേണ്ട കർമ്മമാണ്. അതിൽ കൈകടത്തുവാൻ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് സഭ കഴിഞ്ഞ കാലങ്ങളിൽ പഠിപ്പിച്ചത് മാത്രമേ ഇനിയും ചരിത്രം അവസാനിക്കുന്നത് വരെ പഠിപ്പിക്കാവൂ എന്നൊരു നിർബന്ധം നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, യേശുവിൻ്റെ എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഇഹലോക മനുഷ്യ അവസ്ഥയുടെ സത്യസന്ധതയെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ അടയാളപ്പെടുത്തുന്നതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം 2 തട്ടങ്ങളെങ്കിലും ഈ അർത്ഥങ്ങൾക്കുണ്ടാകും. അതായത് ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സന്ദർഭം, 2 എക്കാലത്തുമുള്ള സന്ദർഭങ്ങൾ, അനന്തമായ സന്ദർഭം. നാം യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്ഥലകാല പരിമിതികളില്ല. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഇന്നും എന്നും നീക്കും അനന്യം തന്നെ, വ്യത്യാസമില്ല. അപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്താൽ എന്നേക്കുമായി അതിൻ്റെ പ്രസക്തി, അതിൻ്റെ അർത്ഥം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് പണ്ട് ഉള്ള കാര്യം മാത്രം വിട്ടുകൊണ്ട് ഇറക്കാനുള്ള അവകാശമേ ഉണ്ടാകുകയുള്ളൂ. ഇതിലേതാണ് നമുക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയുടെ കടമ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നുവരെയും വെളിപ്പെടുത്താത്തതും ഒരു കാലത്തും അപ്രസക്തമാകാത്തതുമായ എന്നാൽ പൂഴ്ത്തി വച്ചിരിക്കുന്ന ആശയങ്ങളും സാധ്യതകളും എളിമയോടെ അത് അറിയുവാനും അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുവാനും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുക.
ആരെയും ഹേമിച്ച് നന്നാക്കാനോ വലിച്ച് ഇഴച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനോ ഈ ഉള്ളവന് കഴിവില്ല. നിങ്ങൾക്കറിയാം. ഞാനൊരു മെത്രാനല്ല, ഞാനൊരു കർദിനാളല്ല, ഞാൻ ഒരു സാധാരണക്കാരിൽ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു ആമുഖം നിങ്ങൾ മനസ്സിൽ വയ്ക്കുമെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തുറന്ന മനസ്സോടെ അന്വേഷിക്കാം. യേശു ഒരു കഴുതപ്പുറത്ത് കയറി യെരുശലേമിൽ, രാജധാനി യെരുശലേമിലേക്ക് പോവുകയാണ്. ദാവീദിൻ്റെ പട്ടണമെന്നും ദൈവത്തിൻ്റെ പട്ടണമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന യഹൂദൻ്റെ അഭിമാനമായ യെരുശലേമിലേക്ക് മനുഷ്യപുത്രൻ യാത്രയാകുകയാണ് ഒരു കഴുതപ്പുറത്ത്. പക്ഷേ ഈ കഴുതയ്ക്ക് ഒരു യോഗ്യതയുണ്ട്. എന്താണ്? ആരും ഒരു നാളും കയറിയിട്ടില്ലാത്തൊരു കഴുത. അതൊരു വല്ലാത്ത യോഗ്യതയാണ്. നിങ്ങൾ അത് തന്നെ ഒന്ന് ചിന്തിക്കുമെങ്കിൽ നിങ്ങൾ അത്ഭുതപരതരായി പോകും. ആരും ഒരു നാളും കയറിയിട്ടില്ലാത്തൊരു കഴുത. അങ്ങനെയുമുണ്ടോ കഴുത എന്ന് ചോദിക്കേണ്ടി വരും. ഉണ്ടാകണം. അത് ചരിത്രത്തിൻ്റെ ആവശ്യവും ദൈവത്തിൻ്റെ നിർബന്ധവുമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പൊതുവായൊരു ദർശനം നമുക്കുണ്ടാകണം. എന്ന് പറയുമ്പോൾ ആമുഖമായി പറയേണ്ട മൂന്നാമത്തെ ആശയം എനിക്കിവിടെ അവതരിപ്പിക്കേണ്ടി വരും. അതായത് യേശുവിൻ്റെ പ്രവൃത്തികളും പ്രസ്താവനകളും വേണ്ട തോതിൽ മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഓരോ സംഭവങ്ങളും ഓരോ അംശങ്ങളും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആകെത്തുകയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടി വരും. To understand the proper and full meaning of a particular statement or event, we have to connect it to the totality of Jesus' public ministry. നമ്മളത് സാധാരണ ചെയ്യാറില്ല. This is an important part in the honesty or integrity that must be preserved in the process of interpreting anything. ഇപ്പം യേശുവിൻ്റെ പഠിപ്പീര് മാത്രമല്ല, ഞാൻ സാഹിത്യം പഠിപ്പിച്ച വ്യക്തിയാണ്. ഒരു സാഹിത്യ കൃതി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ചാപ്റ്റർ പഠിപ്പിക്കണമെങ്കിൽ ആ കൃതിയുടെ ആകെത്തുകയോടുള്ള ബന്ധത്തിൽ വേണം അത് പഠിപ്പിക്കാൻ. അല്ലാതെ മുറിച്ച് കഷ്ണം വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങിയാൽ അത് മനസ്സിലാകുകയില്ല, പഠിപ്പിക്കാൻ സാധ്യമല്ല, വിദ്യാർത്ഥികൾ വെള്ളത്തിലാകും. എന്നിരിക്കെ എങ്ങനെയാണ് ജീവൻ്റെ വചനമെന്ന് നാം അറിഞ്ഞ് വിശ്വസിക്കുന്ന യേശുവിൻ്റെ വചനങ്ങൾ പരസ്പര ബന്ധമില്ലാതെ ചില കണ്ണികൾ അറുത്തെടുത്ത് അവിടെയും ഇവിടെയും വെച്ച് സമയമനുസരിച്ച് പ്രയോജനപ്പെടുത്തുക, കസർത്ത് നടത്തുക, ഇത് വളരെ ദുഃഖകരമാണ്, നിരാശാജനകമാണ്. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാം ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ വളരെ ചിന്തനീയമായ, ഒരുപക്ഷെ ഇന്ന് വരെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു പാറ്റേൺ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതായത് യേശു മനുഷ്യപുത്രൻ, മനുഷ്യൻ. ആദിയിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, മനുഷ്യൻ എന്ന ആശയം. രണ്ടാമത് യേശു പറയുന്നു, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകം മനുഷ്യനെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത നാടിലേക്ക് നയിക്കുന്ന ഒരു ഐതിഹാസിക വിടുതലിൻ്റെ എന്താണ് പറയുന്നത്, ഇൻസ്പയറിങ്, പ്രചോദനാത്മകമായ ഒരു ഒരു ആവിഷ്കാരമാണ്. ഇറ്റ്സ് എ മാച്ച്ലെസ് റെക്കോർഡ്, narrative of God delivering people from a state of slavery and leading them to the promised land of Canaan. അപ്പോൾ ഇവിടെ നാം ആദ്യം മനുഷ്യനെ കണ്ടു. അതിനുശേഷം മനുഷ്യൻ്റെ അവസ്ഥ, അവൻ അടിമയായി. എന്നാൽ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. ഇതിനൊരു മൂന്നാമത്തെ ഘട്ടമുണ്ട്. ആ ഘട്ടത്തെയാണ് ഈ കഴുത
സൂചിപ്പിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്താണ് വാസ്തവത്തിൽ ഇതെനിക്ക് വെളിപ്പെട്ടു വന്നത്. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലിട്ടുകൊണ്ട് വചനത്തിലേക്ക് അത് മനസ്സിലാക്കാനുള്ള വെളിച്ചം അന്വേഷിച്ച് ആർത്തിയോടെ കടന്നു ചെല്ലുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വചനത്തിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചം നമ്മുടെ ഉള്ള് ദീപ്തമാക്കുമെന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയും അനുഗ്രഹവും യാഥാർത്ഥ്യവുമാണ്. ആ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ആ ഒരു ലക്ഷ്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഉള്ളടക്കങ്ങൾ നാൾക്ക് നാൾ ക്രമീകരിക്കപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ 3 ഘട്ടം: മനുഷ്യൻ, അടിമ, കഴുത. ആ അവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് മനുഷ്യപുത്രൻ മനുഷ്യജാതിയെ പറ്റിയുള്ള ദൈവഹിതം പരിപൂർണമായി പൂർത്തീകരിക്കുന്നതിന് യെരുശലേമിലേക്ക് പോകുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അത് നാം ശ്രമിക്കുമ്പോൾ ഞാൻ ഈ അവതരിപ്പിച്ച പാറ്റേൺ, ഈ മർമ്മം വളരെ വചന വെളിച്ചത്തിൽ സത്യമാണെന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് എൻ്റെ ശുഭാപ്തി വിശ്വാസമാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ദി ആട്രിബ്യൂട്ട്, ദ ഫീച്ചർ, അവൻ്റെ പ്രത്യേകത, അവനിൽ സർഗാത്മകതയുണ്ട്, ക്രിയേറ്റിവിറ്റിയുണ്ട് എന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലയേറിയ അനുഗ്രഹം നമ്മുടെ സർഗാത്മകതയാണ്. നാം പലപ്പോഴും സർഗാത്മകതയെ കലാപരമായി മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഒരു നല്ല പടം വരയ്ക്കുന്നവർ, ശില്പികൾ, അതുപോലെ പാട്ട് പാടുന്നവർ, നൃത്തം ചെയ്യുന്നവർ, നാടകം കളിക്കുന്നവർ, അവരൊക്കെ കലാകാരന്മാരാണ്. എന്നാൽ അതിനേക്കാൾ മേന്മേറിയതാണ് സർഗാത്മകത. സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്തിനേയും അതിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുക മാത്രമല്ല, അതിന്നുവരെയും പ്രാപിക്കാതിരിക്കുന്ന, എന്നാൽ അതിനെ പ്രാപിക്കാൻ സാധ്യതയും അർഹതയുമുള്ള ഇപ്പോഴുള്ളതിനേക്കാൾ മഹനീയമായൊരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള സാധ്യത കാണുകയും അങ്ങനെ ഉയർത്തപ്പെടേണ്ടതിന് ആ ദർശനത്തിൽ അധ്വാനിക്കുകയും ചെയ്യുക. അതാണ് സർഗാത്മകത എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്കലാഞ്ചലോനെ പറ്റി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു കല്ലിൻ്റെ ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്, അതിനകത്ത് മനോഹരമായ ഒരു രൂപമുണ്ട് എന്നത് എനിക്കറിയാം. ഞാൻ അതിനെ ആ കല്ലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ്. ആ ശ്രമം വിജയിക്കുമ്പോൾ മനോഹരമായ ഒരു രൂപം ലോകത്തിന് ദൃശ്യമായി തീരും. ഐ എം ഓൺലി ലിബറേറ്റിംഗ് ദി ഇമേജ് ഓഫ് ബ്യൂട്ടി ദാറ്റ് റിമെയിൻസ് ഇംപ്രിസൻഡ് ഇൻ ദാറ്റ് ബ്ലോക്ക് ഓഫ് സ്റ്റോൺ. പക്ഷെ അത് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ സർഗാത്മകത ഉണ്ടാകണം. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കലാപരമായി മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ, ഇപ്പം ഞാൻ ആരോടെങ്കിലും ഒന്ന് ബന്ധപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കണം? ആ വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന നല്ല സാധ്യതകൾ ആ വ്യക്തിക്ക് പോലും ഒരു പക്ഷേ ബോധമില്ലാതെ അവൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സാധ്യതകൾ ഉണരുകയും അത് വളരുകയും അത് അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ യേശു ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും വിളിച്ചിട്ട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്: നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സാധ്യതകൾ എത്ര വലുതാണ്, മഹനീയമാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടതുപോലെ ബോധ്യമില്ല. അത് കാണാനുള്ള കണ്ണ് എനിക്കുണ്ട്. ആ കണ്ണാണ് സർഗാത്മകത. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് നമ്മൾ പറയുന്നില്ലേ? അതെന്തിൻ്റെ വെളിച്ചമാണ്?
അത് സർഗാത്മകതയുടെ വെളിച്ചമാണ്. ഇറ്റ് ഈസ് എ ലൈറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ആ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എപ്രകാരം ഒരു കല്ലിൻ്റെ കഷ്ണം മൈക്കലാഞ്ചലോയുടെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം അതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതൊരു മനോഹര രൂപമായി മാറുന്നു, രൂപാന്തരം സംഭവിക്കുന്നു. അതുപോലെ യേശുവിൽ സർഗാത്മകതയുള്ളത് കൊണ്ട് അവനോട് ബന്ധം പുലർത്തുന്ന ഏവരും രൂപാന്തരം പ്രാപിക്കുന്നു, അവർ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് യേശു നിക്കോദീമോസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. നിൻ്റെ യഥാർത്ഥ സാധ്യത, നിൻ്റെ ഉള്ളിലുള്ള മനോഹരമായ അതിമാഹാത്മ്യമേറിയ സാധ്യതകൾ എന്ന് നീ ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റൊരു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചെടികൾക്കും ഈ സാധ്യതയില്ല. അതാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം ആദ്യമായും പ്രാധാന്യമായും മനസ്സിലാക്കേണ്ട സർഗാത്മകതയാണ്. ഇപ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു. എൻ്റെ എപ്പോഴുമുള്ള ഒരു ദാഹം, ഒരു ടെക്സ്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിലെൻ്റെ സർഗാത്മകത എത്ര അധികമായി കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സർഗാത്മകതയിൽ കൂടെ മാത്രമേ ക്ലാസ്സിലിരുന്ന് ഒരു ടെക്സ്റ്റ് പഠിക്കുന്നതിൻ്റെ ആ മുഷിവ്, ആ ബോർഡം പൂർണ്ണമായി മാറ്റുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഞാനൊരു നല്ല ക്ലാസ് എടുത്തോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ക്ലാസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒന്നായിത്തീരുമ്പോഴാണ്. അറിയില്ല സമയം പോകുന്നത്. 1 മണിക്കൂർ പോയോ ഇല്ലയോ എന്നറിയില്ല. എന്തുകൊണ്ടാണ്? സർഗാത്മകത കൊണ്ടാണ്. നമുക്കറിയാം, ആധുനിക ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗങ്ങളെന്ന് എല്ലാവരും പറയുന്നത് ബോർഡം ആൻഡ് ഡിപ്രഷൻ, ആലസ്യവും വിഷാദാത്മകതയും. എല്ലാവരും വിഷാദരാണ്, എല്ലാവരും ബോർഡമാണ്, ബോറടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ആധുനിക മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ നിർണായക ഘടകമായ, അവനെ മനുഷ്യനാക്കി തീർക്കുന്ന സർഗാത്മകതയെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ ഈ ഭൗതിക ദർശനത്തിൻ്റെ ഇരയായി ഈ ഉപഭോക്തൃ സംസ്കാരത്തിൽ ചുരുങ്ങി അവൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ട് ഒരു യന്ത്രത്തെ പോലെ ജീവിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനല്ലാതായി തീരുമ്പോഴാണ് ഈ ബോർഡും ഡിപ്രഷനും അവനെ പിടികൂടുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ മനുഷ്യനാണെങ്കിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരൻ മനുഷ്യരാണെങ്കിൽ അവർക്ക് ബോർഡവും ഡിപ്രഷനും വിഷാദരോഗവും ഉണ്ടാകാൻ സാധ്യം അല്ല. നമുക്ക് ആ ബോർഡും ഡിപ്രഷനും ഉണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നാം മനുഷ്യരായിട്ടില്ല എന്നതാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും അതിവിശുദ്ധമായ കടമ എന്താണ്? മനുഷ്യരായിത്തീരുക എന്നുള്ളതാണ്. അതല്ലാത്തിടത്തോളം കാലം നമ്മുടെ അവസ്ഥ എന്താണ്? 2 അവസ്ഥകൾ നമുക്കുണ്ട്. അതാണ് യേശു നമ്മെ അറിയിക്കുന്നത്. ഒന്നുകിൽ നാം അടിമകളാണ്, അല്ലെങ്കിൽ നാം കഴുതകളാണ്. ഈ 2 സാധ്യതകളാണ്. അടിമ ആരാണ്? മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവർ. ഒരു കഴുതയ്ക്ക് എവിടെ പോകണമെന്നോ, എന്ത് ചെയ്യണമെന്നോ, എപ്രകാരം ചെയ്യണമെന്നോ, എപ്പോൾ ചെയ്യണമെന്നോ ഒന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കഴുത എപ്രകാരം പ്രവർത്തിക്കണമെന്നും, എവിടെ കിടക്കണമെന്നും, എപ്പോൾ എഴുന്നേൽക്കണമെന്നും, നടക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് അതിനതീതമായ ഒരു അധികാര കേന്ദ്രമാണ്. ആ അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഭൂലോകത്തിൽ വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മതജീവിതം എടുത്താൽ അതിൻ്റെ ഒരു കാര്യം പോലും നാം തീരുമാനിച്ചിട്ടുള്ളതല്ല. നാം അടിമകളെപ്പോലെ ഈ ഒരു ഭാരം കെട്ടിച്ചുമന്നുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ടാണ് മതം ഒരു ഭാരം, മനുഷ്യനെടുക്കാൻ വയ്യാത്ത ഭാരമാക്കി പുരോഹിതവർഗം അധപ്പതിപ്പിച്ചു എന്ന് യേശു സർവശക്തിയും ഉപയോഗിച്ച് പറയുന്നത്. മതത്തെ ഒരു ഭാരമാക്കി നിങ്ങൾ തീർത്തു. എന്തുകൊണ്ടാണ്? മതത്തിൽ കൂടെ മനുഷ്യനെ സ്വതന്ത്രനാക്കി വിടുവിച്ച് മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിലേക്ക്
വഴി നടത്താനായി ദൈവം നൽകിയ ഉപാധികളെ തന്നെ ഉപയോഗിച്ച് അവനെ അടിമത്വത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും അവിടെ തളച്ചിടുകയും ചെയ്തു. ഈ അടിമത്വത്തിന് ഒരു ആകർഷണീയതയുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അടിമത്വത്തിൽ നമുക്ക് ചുമതലയില്ല. മാത്രവുമല്ല, അടിമത്വത്തിൽ ചില ആനുകൂല്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഇപ്പം നമ്മുടെ മതജീവിതത്തിൽ നിങ്ങൾ ഏത് സഭയിലുള്ള ആളുമായിക്കൊള്ളട്ടെ, നമുക്ക് യാതൊരു ചുമതലബോധവും ആവശ്യമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. നമ്മുടെ എല്ലാ ചുമതലയും അങ്ങോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ആനുകൂല്യം എന്താണ്? സ്നാനം, വിവാഹം, ശവടം. ഈ 3 ആനുകൂല്യം കിട്ടും. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഒരു പുഞ്ചിരി, ഒരു തട്ട്, ഒരു കവിളിലൊരു ഞുള്ള ഒക്കെ കിട്ടും. നല്ലവനാണെന്ന് മുഖസ്തുതിയും കിട്ടും, പോക്കറ്റിൽ പണം ഉണ്ടെങ്കിൽ. ഇതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ മതജീവിതത്തിൽ അവശേഷിച്ചിട്ടില്ല. അപ്പം നമ്മുടെ അവസ്ഥ വാസ്തവത്തിൽ അടിമത്തമാണ്. മതപരമായ മതമേഖലയിൽ നമ്മൾ അടിമകളാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും മടിക്കുകയാണ്. കാരണം അത് തിരിച്ചറിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടും അങ്ങനെയൊന്നും അല്ല, അങ്ങനെയാണെന്ന് പറയുന്നവരെ കല്ലെറിയുക. ഇതാണ് നിലവിലുള്ള സാഹചര്യം. എന്ന് ഇതിനെപ്പറ്റി വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ മനുഷ്യൻ രണ്ടാമത്തെ അവസ്ഥ അടിമ, മൂന്നാമത്തെ അവസ്ഥയാണ് കഴുത. കഴുത എന്താണ്? ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അത് ചിന്തിക്കാൻ പോലും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. അപ്പം അടിമയ്ക്ക് അവൻ്റെ അവസ്ഥയുടെ അരിഷ്ടത അവനറിയാം, കഴുതയ്ക്ക് അതുപോലുമില്ല. ഈ അടിമ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കഴുത മറ്റുള്ളവരെ വഹിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ മറ്റുള്ളവരെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് വലിയ ആനുകൂല്യമാണ്, ഒരു വലിയ എന്നോട് കാണിക്കുന്ന ഔദാര്യമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. അടിമത്വം ഈ മറ്റുള്ളവരെ ഭാരം ചുമന്ന്, അവരുടെ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് സ്വന്തം വ്യക്തിത്വത്തിനോട് യാതൊരു വിധത്തിലുള്ള നീതിയും കാട്ടാതെ, മനുഷ്യത്വത്തിൻ്റെ അംശമെന്താണെന്നറിയാൻ കഴിയാതെ ആജീവനാന്തം കഴുതയെപ്പോലെ ജീവിച്ച് പട്ടുപോകുന്ന ജനകോടികൾ, അവരെ ഓർത്ത് യേശു കണ്ണുനീർ വാർത്തു. ഇതാണ് എൻ്റെ സത്യം. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് വേണം മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയായി കഴുത. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ മൊണ്ണവിശ്വാസി എന്നൊക്കെ പറയുന്നത്. അതെനിക്ക് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രയോഗമാണ്. കഴുതയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഭക്തി ആചരിക്കുന്ന ദൈവത്തെ, ഞാൻ കഴുതയാകുന്നതാണ് ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഭക്തി എന്ന് വിശ്വസിക്കത്തക്കവണ്ണം തലച്ചോറ് പിണ്ണാക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള തിരിച്ചറിവുകൾ വളരെ അത്യാവശ്യമാണ്. എന്നുകൊണ്ടായിരിക്കാം എനിക്ക് അതീതമായി വർത്തിക്കുന്ന ഒരു സ്വർഗീയ ദർശനത്തിൻ്റെ പ്രേരണയാൽ ഇപ്രകാരമുള്ള ആശയങ്ങൾ നിങ്ങൾക്കായി എൻ്റെ മനസ്സിൽ അനുദിനം കുമിഞ്ഞുകൂടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. അപ്പോൾ യേശു യെരുശലേമിലേക്ക് പോകുന്നതും അവിടെ തന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യാഗമായി അർപ്പിക്കുന്നതും മനുഷ്യൻ്റെ ഏറ്റവും അധപ്പതിച്ച അവസ്ഥയായ, അതായത് മനുഷ്യൻ കഴുതയായി വസിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനെ വല്ല വിധേനയും മനുഷ്യത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് വഴി നടത്താൻ സാധിക്കുമോ? ഇതാണ് അന്വേഷണം. അതിൻ്റെ ഉത്തരമാണ് ക്രൂശിൽ നാം കാണുന്നത്. ഇടതും വലതും 2 കള്ളന്മാർ. ആ 2 പേരും ഈ കഴുതയുടെ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ അടിമയുടെ അവസ്ഥയിലാണ്. 2 പേരും മനുഷ്യരല്ല. എന്നാൽ അതിൽ ഒരാൾ മനുഷ്യനായിത്തീരുന്നുണ്ട്, മറ്റവൻ വീണ്ടും കഴുതയായി അവിടെ കിടക്കുകയാണ്. എന്താണ് അവൻ്റെ കൂടെ ഈ അത്ഭുത വ്യക്തിത്വം അവൻ്റെ കൂടെ അടുത്ത് അവൻ്റെ തോളിനോട് ചേർന്ന് കുരിശിൽ കിടക്കുകയാണ്. അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം അവനില്ല, അവൻ കഴുതയാണ്. എന്നാൽ അതുപോലെ അവൻ്റെ അവസ്ഥയിൽ തന്നെ ആയിരുന്ന മറ്റൊരുവൻ, അവനും കള്ളനായിരുന്നു, അവനത് തിരിച്ചറിയാൻ കഴിയുന്നു. അവൻ കഴുതയല്ലായിരുന്നു, അവൻ അടിമയായിരുന്നു. അത് അവൻ തിരഞ്ഞെടുത്ത ജീവിത രീതിയുടെ അടിമയായിരുന്നവൻ അവന് വിടുതൽ പ്രാപിക്കുകയാണ്.
അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. മനോഹരമായ ആശയങ്ങൾ, മനോഹരമായ സാധ്യതകൾ. അപ്പോൾ യേശു യെരൂശലേമിലേക്ക് പോകുവാൻ കഴുതപ്പുറം തിരഞ്ഞെടുത്തത് മനുഷ്യൻ്റെ അവസ്ഥയുടെ ഏറ്റവും അധപ്പതിച്ച തട്ടത്തിൽ നിന്ന് വേണം ഈ ഉദ്ധാരണത്തിൻ്റെ ദൗത്യം ആരംഭിക്കാൻ, ആ യാത്ര ആരംഭിക്കുവാൻ. ഈ കഴുതയ്ക്ക് വിടുതലുണ്ടാകണം. സുവിശേഷത്തിൻ്റെ ഏറ്റവും ചോരത്തിളപ്പുള്ള സാക്ഷ്യം എന്താണ്? കഴുതയ്ക്കും വിടുതലുണ്ടാകും, കഴുതയും മനുഷ്യനായിത്തീരും. കഴുതയുടെ അവസ്ഥയിലിരിക്കുന്ന മനുഷ്യരും മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം രുചിച്ചറിയും. അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ നടക്കുന്നുണ്ട്. യേശു ക്രൂശിൽ മരിച്ചു കഴിയുമ്പോൾ ആ ദൃശ്യം കണ്ടുകൊണ്ടിരുന്ന റോമൻ ശതാധിപൻ എന്താണ് പറയുന്നത്? ഇവൻ മനുഷ്യപുത്രനായിരുന്നു നിശ്ചയം. ഇതാ കഴുതയ്ക്ക് ബോധം ഉദിച്ചു തുടങ്ങി, കഴുതയ്ക്ക് ബോധം ഉദിച്ചു തുടങ്ങി. എന്നാൽ കഴുത പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാക്ഷ്യവും അവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവൻ്റെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ച് അവരുടെ മതപരമായ നിലപാടിനെ സാധൂകരിക്കാൻ അവർ നടത്തിയ മോഷണമാണ് ഇത്. അതിന് ഞങ്ങൾ ദൃക്സാക്ഷികളാകണമെന്ന് അവിടെ നിന്ന സൈന്യ കാവൽക്കാരോട് മത നേതൃത്വം, പുരോഹിതവർഗം പറയുന്നുണ്ട്. അവർക്ക് കൈക്കൂലി കൊടുക്കുന്നുണ്ട്. അതാണ് കഴുത അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇങ്ങനെ മാത്രമാണ്, കൈക്കൂലി കൊടുക്കുക. ഇപ്പം നമുക്കറിയാം, കേരളത്തിലേതെങ്കിലും ഒരു സഭയിൽ അവിടെ ഇച്ചിരി തലപ്പത്തിരിക്കുന്ന ആളിനെ നിയമം പിടിക്കണമെങ്കിൽ, ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഉടനെ കൈക്കൂലി കൊടുക്കുകയല്ലേ. എത്രയോ കോടി രൂപ വാരി വലിച്ചെറിഞ്ഞിട്ടാണ് ചില ആളുകൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അവരുടെ വിചാരം അവർ വളരെ മിടുക്കന്മാരാണ്. പക്ഷേ നിത്യതയുടെ കണ്ണിൽ അവർ കഴുതകളാണ്, വെറും കഴുതകളാണ്. ഈ കഴുതകളുടെ കൈമുത്തിയും കാലുനക്കിയുമാണ് ഈ അടിമയായ വിശ്വാസി സായുജ്യം കണ്ടെത്തുന്നത് എന്നോർക്കുമ്പോൾ എനിക്ക് നന്നേ ചിരി വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മനുഷ്യൻ, അടിമ, കഴുത. എന്നാൽ ക്രൂശിലെ അനുഭവത്തിൽ കൂടെ ക്രൂശ് സംഭവിച്ചതുകൊണ്ട് അത് തിരിച്ചു വരുന്നു. അതായത് ആരംഭിക്കുന്നത് കഴുത, അടിമ, മനുഷ്യൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കാലക്രമേണ അവൻ കഴുതയായി തീർന്നു. അടിമത്തം എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ കൂടെ മനുഷ്യൻ പുരോഗമിച്ച് ഒരു അടിമയായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അവർ പണ്ഡിതർ എന്ന് നടിച്ച് അവർ പാമരരായിപ്പോയി, അവർ കഴുതയായിപ്പോയെന്ന് അവരറിഞ്ഞില്ല. പ്രൊഫസിങ് ദംസെൽവ്സ് ടു ബി വൈസ് ദേ ബിക്കെയിം ഫൂൾസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരംഭിക്കുന്നത് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യൻ അവൻ്റെ മിടുക്കുകൊണ്ട് അവൻ ആദ്യം അടിമയായി. അതുകൊണ്ടാണ് മിസ്രൈമിൽ യഹൂദൻ അടിമയായ ആ ഒരു ചരിത്രം അവിടെ വെച്ചിരിക്കുന്നത്. മനുഷ്യൻ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണ് അടിമത്വം. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് കഴുതയാകുക. എന്നാൽ ദൈവം മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന് ദൈവികമായ ഇടപെടൽ സംഭവിക്കുമ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ഒരു മർമ്മം, ദിസ് ഹിസ്റ്റോറിക്കൽ പാറ്റേൺ വിൽ ബി റിവേഴ്സ്ഡ്. ഇപ്പോൾ കഴുതകളായിരിക്കുന്ന നാം അടിമകളാകുകയും അടിമകളായിരിക്കുന്ന നാം മനുഷ്യപുത്രരായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് യോഹന്നാൻ ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ ശേഷം എഴുതുന്നത്, അവൻ സ്വന്തക്കാരുടെ ഇടയിൽ വന്ന് സ്വന്തമായതോ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അടിമകൾ എന്ന് വിളിക്കുന്നില്ല, എൻ്റെ വേലക്കാരെന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെന്നത്രേ വിളിക്കുന്നത്. അത് എന്നേക്കുമായി അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. യേശു സ്പർശിച്ച കാല് അടിമയുടേതായിരുന്നു. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ കാലുകൾ മനുഷ്യത്വത്തിൻ്റെ കാലുകളായി മാറി, മനുഷ്യത്വത്തിൻ്റെ കാലുകളായി രൂപാന്തരപ്പെടുകയാണ്. ആ ഒരു പ്രക്രിയ മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് പത്രോസ് അതിനെ ആദ്യം ചെറുക്കുകയും പിന്നെ തന്നെ അതിനെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്.
എന്നുകൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെയധികം ആശയ സാന്ദ്രതയുള്ള വിഷയം സമയത്തിൻ്റെ പരിധി കൊണ്ട് ഇവിടെ വരെ മാത്രമേ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് തൽക്കാലം കഴിയുകയുള്ളൂ. എന്നാൽ നിങ്ങളിത് സംബന്ധമായ നിങ്ങളുടേതായ അന്വേഷണം തുടരുമെന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസവും പ്രത്യാശയും ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെടാതെ ഇത് നിങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മ നേർന്നുകൊള്ളുന്നു.